ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രേട്ടൻ എന്തെങ്കിലും നമ്മുടെ ഹരിയിട്ട് പേടിപ്പിക്കുക. നീ കാരണം ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം തകർന്നു പറഞ്ഞു. ഞാൻ എന്താ മിത്രേട്ടാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നീ കാരണം ഇപ്പം അച്ഛനെ കാണാതെ പോയത്. ഇന്ന് അച്ഛനെ എങ്ങാനും കണ്ടു കിട്ടാതെ പൊന്നുമ്മടം വീടുന്നൊരു മരണ വീടാകും. അവിടുത്തെ ആ ഒരു ദുരന്തം താങ്ങാൻ അവരെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാലെ പിടിച്ച് പറഞ്ഞതല്ലേ അച്ഛൻ്റെ ഇഷ്ടത്തിന് നിന്നോട് ഓക്കെ പറയാൻ. നീ അത് കേട്ടില്ലല്ലോ എന്നൊക്കെ മിത്രേട്ടൻ. എല്ലാം തകർത്തപ്പോൾ നിനക്ക് സമാധാനം ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം കേട്ട് ഹരിക്കാണെങ്കിൽ പ്രതികരിക്കാൻ കഴിയാതെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ആ സമയം ഉണ്ണിക്കുട്ടൻ അങ്ങോട്ടേക്ക് വന്നു. മിത്രേട്ടൻ പറഞ്ഞത് ശരിയാ, ഹരിയേട്ടൻ കുറച്ചുകൂടി മയത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഹരിയെ ഇങ്ങനെ ഉണ്ണിക്കുട്ടൻ വന്ന് കുറ്റപ്പെടുത്തും. ഹരിയാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ഋതുക ഏതിലോ പോയിട്ട് ഇങ്ങ് വരും. ആ സമയത്ത് നമ്മുടെ പൂർണിമ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അച്ചുവിന് ഒരാപത്തും സംഭവിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥനയും പ്രാർത്ഥന. ഈ സമയത്ത് കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു. കുറുപ്പമ്മാവനാണെങ്കിൽ ആകെ പേടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല എന്ന് പറയുന്നു ഋതുക. അപ്പോൾ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്ന് ചോദിച്ചു നമ്മുടെ പൂർണിമ. അപ്പോൾ ആശുപത്രിയിലേക്കൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചമ്മേ, ഒരു ആക്സിഡൻറ്റ് കേസും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം പറയാം. പിന്നെ എവിടെ പോയതായിരിക്കും അച്ചുമോളെന്ന് നമ്മുടെ ബേബി ചേച്ചി ചോദിച്ചു. ചെറുക്കൻ്റെ കൂട്ടരോട് നമ്മളിപ്പോൾ എന്ത് പറയും, നാണക്കേടായില്ലേ എന്ന് ചോദിക്കുമ്പം ആ സേതുമാധവനെ കല്യാണം നടത്താനുള്ള ചുമതല ഏൽപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന്. പന്തൽ പണിക്കാരൻ പൊന്നുമടത്തിലെ കല്യാണം നടത്താൻ അത്രയൊന്നും വളർന്നിട്ടില്ലെന്ന് ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഋതുക ചോദിച്ചപ്പം അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറയുന്നത് ചോദിച്ചു. അപ്പോൾ അച്ചുവിനെ തനിച്ച് വിട്ടു, അതൊരു തെറ്റല്ലേ എന്ന് ഋതുക ചോദിക്കുക. നിഖിലിനോടും വീട്ടുകാരോടും നമ്മൾ വേണ്ടേ മറുപടി പറയാനെന്ന് ഋതുക ചോദിക്കുക. അയാൾക്ക് അതുകൊണ്ട് വല്ല ദോഷവും സംഭവിക്കാനുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴേക്കും പ്രതാപൻ ഓടി വന്നു. എന്താ എന്ന് ചോദിച്ചു. വല്ല വിവരം കിട്ടിയോന്ന് ചോദിച്ചു. ഇല്ല എന്നും പറഞ്ഞു. ഇനി അവൾക്കും വല്ല പ്രേമോ മറ്റും ഉണ്ടായിരുന്നോ? ഉണ്ടായി കാണും, ഇത് ഒളിച്ചോട്ടവാ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല എന്നൊക്കെ ഈ പത്മജ പറയുമ്പം അതെ കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാൻ നിൽക്കണ്ട കേട്ടോ, അച്ചുമോൾക്ക് അങ്ങനെ ആരുമായിട്ട് ഒരടുപ്പമില്ല നമ്മുടെ ബേബി ചേച്ചി പറഞ്ഞു. ഓ പിന്നെ അടുക്കള ജോലിക്കാരിക്കാണോ അതൊക്കെ അറിയാവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരി പറയാം. നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടാണ് പെമ്പിള്ളേർ പ്രേമിക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ രഹസ്യമായിട്ട് ആയിരിക്കുമെന്നും അല്ലെങ്കിൽ പറ അവൾ എവിടെ പോയെന്ന് പറ എന്നും പറഞ്ഞു പുള്ളിക്കാരി. നിഖിലൻ്റെ വീട്ടുകാരോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്നും പറഞ്ഞു. പത്മേ നീ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് നന്നിട്ട് പത്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ വിഷമിക്കല്ലേ അമ്മേ, എന്തെങ്കിലും ഒരു വഴി കാണാം, നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ തെറ്റ് ആരുടെ ആണെങ്കിലും കാണാതായിരിക്കുന്നതേ എൻ്റെ മോളെയാണെന്ന് പൂർണിമ ഇവളോട് പറയുക. അപ്പോഴേക്കും കുറുപ്പമ്മാവനും ആകത്തായിട്ട് നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അച്ചുവിനെ ഒരു വണ്ടിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുക. വണ്ടി ഒന്ന് തുറക്കുമെന്ന് പറഞ്ഞാൽ അച്ചു ഭയങ്കര കരച്ചില്ല. ആ സമയത്ത് നിരഞ്ജന മേഡത്തിൻ്റെ കോള് പല്ലവിക്കും സേതുവിനും വന്നു. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മേഡം ഇവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചാർജ് തീർന്ന് ഓഫ് ആയതാണോ, ഇന്ന സ്ഥലത്ത് വെച്ചാണ് അച്ചുവിൻ്റെ ഫോൺ അവസാനമായി വർക്ക് ചെയ്തിരിക്കുന്നത്, എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മേഡം ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അച്ചുവിന് ഇതെന്താ പറ്റി, അച്ചു ഇന്ന് വരെ ഫോൺ അങ്ങനെ ഓഫാക്കി വെക്കുന്ന ശീലങ്ങളൊന്നും ഇല്ലാത്തതാണല്ലോ, പിന്നെ എങ്ങനെ വീട്ടിൽ വെച്ച് ഫോൺ ഓഫായി, അതും പുലർച്ചെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇന്ന് കല്യാണ ദിവസം ആയതുകൊണ്ട് അച്ചു തന്നെ ഓഫാക്കി വെച്ചതാണെങ്കിലോ എന്ന് സേതു അങ്ങനെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ അവൾ ചെയ്യുമോ? എത്രയോ പേര് അവളെ വിളിക്കുന്നതാ, അങ്ങനെ അവൾ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് തോന്നുന്നില്ല അത് അച്ചു ഓഫാക്കി വെച്ചതാണെന്ന്. ഒന്നുകിൽ ചാർജ് തീർന്ന് ഓഫായതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓഫാക്കി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം ഇല്ല, എന്തായാലും നിരഞ്ജന മേഡം ഇതിന് പുറകെ തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്ന് പല്ലവി പറയണു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് ഇതേ കോള് വരുന്നു. അപ്പോൾ കല്യാണ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്, വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. എന്താ ചെയ്തോട്ട് നമ്മൾ എന്താ നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കും, നമ്മൾ അച്ഛനെയും കൊണ്ട് വരുമെന്ന് പറ, താൻ അത് എടുക്കുക എന്ന് പറഞ്ഞ് സേതു പല്ലവിയോട് പറയാം. ഹലോ അമ്മേ. അപ്പോഴേക്കും മോളെ എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ? അപ്പം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അമ്മേ, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങ് എത്തും, വരുമ്പോൾ എന്തായാലും അച്ഛൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും, അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം ചില സംശയങ്ങളൊക്കെ ഉണ്ടമ്മേ, പേടി വേണ്ടമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അച്ഛനൊന്നും സംഭവിക്കില്ല, അതിനു മുൻപ് ഞങ്ങൾ അവളെ രക്ഷിച്ചിരിക്കുമെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം മോളെ, ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു പല്ലവിയോട് പറയണു പൂർണിമ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മ, അമ്മ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യല്ലേ, ഒന്നും മനഃപൂർവ്വമായിട്ട് വന്നതല്ലല്ലോ, എല്ലാം ശരിയാകും, അമ്മ ധൈര്യമായിട്ടിരിക്കുക, അമ്മ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു.
അച്ചുവിനെയും കൊണ്ട് വേണം സേതുവേട്ടാ നമുക്ക് തിരിച്ച് ചെല്ലാനെന്ന് പല്ലവി പറയുമോ, അല്ലെങ്കിൽ നമ്മൾ ഭയന്നത് തന്നെ സംഭവിക്കും, അത് സംഭവിച്ചിരിക്കും സേതുവേട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സേതു പല്ലവി ഇങ്ങനെ ആകെ ദയനീയമായിട്ട് നോക്കുക കേട്ടോ. വാവ അച്ചുവിനെ അതിനകത്ത് പൂട്ടിയിട്ട് അച്ചു ഇങ്ങനെ അവിടെ കിടന്ന് വണ്ടിക്കകത്ത് കിടന്ന് ഇങ്ങനെ കൈയും കാലോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് മണ്ഡപവും കാര്യങ്ങളും കെട്ട് സാരിയും താലിയും പൂമാലയും കാര്യങ്ങളും ഒക്കെയാണ്. ചെറുക്കനെ അവർ വിളിച്ചുകൊണ്ട് വന്നു, അവിടെ മണ്ഡപത്തിൽ കയറ്റി ഇരുത്തി. അപ്പോഴേക്കും ഇവിടെ പെൺവീട്ടുകാർക്ക് എല്ലാവർക്കും ടെൻഷനായി, ഭയങ്കര ടെൻഷൻ. പെണ്ണിനെ കിട്ടുന്നില്ലല്ലോ, പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ദേ അമ്മ ചെറുക്കനെത്തി. ഇനിയും മിണ്ടാതിരിക്കണമെന്നാണോ അമ്മ പറയുന്നതെന്ന് ഋതിക ചോദിക്കുക. ഞാനത് അവരോട് എങ്ങനെ പറയും മോളെ, എന്തു പറയും എന്ന് ചോദിച്ചു. ഇവളിത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ അമ്മ ഇങ്ങനെ അവിടെ നിന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം അമ്മേ. ആദ്യം അച്ചുവിനെ കാണാനില്ല എന്നുള്ള വിവരം ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞ കല്യാണം മുടങ്ങില്ലേ മോളെ എന്ന് പല്ലവി പൂർണിമ ചോദിക്കുമ്പോൾ പറയാതിരിക്കുന്നത് മോശമല്ലേ അമ്മയെന്ന് ചോദിച്ചു സ്വാതി. ആരെയും നമ്മൾ ചതിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലല്ലോ, നോക്കാമെന്ന് പറഞ്ഞ പൂർണിമ. അതിന് മുൻപ് അവൾ വരുമെന്നാണ് അമ്മ പ്രതീക്ഷിക്കുന്നതെന്ന് ഋതിക. എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ പൂർണിമ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. അതേ ഇപ്പം സമയം 10:30 10:30 11:55 ഇടയിലാണ് മുഹൂർത്തം. ഇതിനിടയ്ക്ക് അച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്ന് നമ്മുടെ ഋതിക പറയാം. അപ്പോൾ വരുമെന്നാണല്ലോ പല്ലവി പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തറിയാം? അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു നുണ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കളിച്ചിരിക്കുന്നതേ ഋതിക എന്ന് പറയുന്ന ആ ദുഷ്ടത്തിയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതും വിശ്വസിച്ചിരുന്നാൽ സംഗതി വഷളാകുമെന്ന് പറഞ്ഞു. അവള് കൃത്യമായിട്ട് നമ്മുടെ അച്ചുവിനെ കൊണ്ടുവന്ന് ട്രാപ്പിലാക്കിയിരിക്കുക. കാരണം സേതുവിൻ്റെ പേര് കളയാനായിട്ട്. അവളെപ്പോലൊരു ദുഷ്ടയായ പെണ്ണാണ് സ്വന്തം അരികിൽ മകളായി വന്നതെന്ന് പാവം പൂർണിമ അറിയാതെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും സേതുവിൻ്റെ പേര് കളഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം ദേ കൊണ്ടുവരണം നമുക്ക് നമ്മുടെ അച്ചുവിനെ മണ്ഡപത്തിലേക്ക്. അതിനു വേണ്ടിയുള്ള വൃത്തികെട്ട കളിയാണ് ഋതിക കളിക്കുന്നത്. പെണ്ണിനെ കാണാനില്ല എന്നുള്ള വിവരം നേരത്തെ പറഞ്ഞില്ല എന്ന് നിഖിലിൻ്റെ വീട്ടുകാർ ചോദിച്ചാൽ അമ്മ എന്തു മറുപടി പറയും എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഭയങ്കര ഇതായിട്ട് നിൽക്കും നമ്മുടെ പൂർണിമ. ദേ നമ്മുടെ മാന്യത കാണിക്കണം അമ്മയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. ആ സമയം നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞ് ഋതുക ഇത് പറയാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് നമ്മുടെ ഹരി അവിടെ നിന്ന് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക, മിത്രേട്ടനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഈ സമയത്താണെങ്കിൽ അച്ചുവിനെ വണ്ടിയിലിട്ട് അയാൾ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ സേതുട്ടത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് ഫോട്ടോ ചെന്നു. അപ്പോൾ ദേ ഇത് നമ്മുടെ അച്ചു അല്ലേ, അയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹായ് ഡിയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ്റെ കോളും ചെല്ലുന്നു പല്ലവിയുടെ ഫോണിലേക്ക്. അപ്പോൾ ഇന്ദ്രജിത്താണല്ലോ. അപ്പോൾ ദേ ഇനി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു അത് വാങ്ങിച്ചു. അപ്പോൾ എടാ അപ്പോൾ കല്യാണമൊക്കെ അല്ലേ, കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഈ ഗെയിം എന്ന് പറയുമ്പോൾ അച്ചുവിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ കൊന്ന് കളയും ഞാനെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ കൂൾ മാൻ കൂൾ. അപ്പോൾ ഈ ഇന്ദ്രൻ ഇതിനകത്ത് എങ്ങനെയൊക്കെ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ സഹോദരിമാർക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ സമയം ഫ്രീസായി പോകുന്ന ജന്മമാണല്ലോ നിൻ്റേത്. അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് എന്നെ കൊല്ലുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുക. ദേ അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട, കാല് പിടിക്കുക, യാചിക്കുക എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയണം. അങ്ങനെ അതേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നല്ല പൊളൈറ്റ് ആയിരിക്കണം സ്വരമൊക്കെ, പിന്നെ നല്ല വിനയം വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ നിനക്കെന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പലതും വേണം, ചോദിക്കുന്നതൊക്കെ തരാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു ഇന്ദ്രൻ. ആ പറ്റും, ഞാൻ ചോദിക്കുന്നത് നിനക്ക് തരാൻ പറ്റും. അപ്പോൾ ഈ സമയത്തല്ല ഇന്ദ്രൻ നീ പക കാണിക്കേണ്ടതെന്ന് സേതു പറയാം. എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, അത് മുടങ്ങാനേ പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ നിന്ന് ചിരിക്കുന്നു. മർമ്മം നോക്കി അടിക്കും, അതാടാ ഇന്ദ്രൻ്റെ ശീലം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ കുറേ ഇവരെ ഇങ്ങനെ നിന്ന് ഭീഷണിപ്പെടുത്തുക. ദേ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഇന്ദ്രൻ. പോലീസിനെ എങ്ങാനും വിളിച്ചാ ദേ മോനെ നീ വിളിക്കില്ല, അതെനിക്ക് അറിയാം. വിളിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം, അതിബുദ്ധി ഒന്നും വേണ്ട കേട്ടോ എന്ന് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ എങ്ങനെയോ ഇതിനകത്ത് കറങ്ങി ശാന്തമായിട്ട് ഇരിക്കടാ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കും വാ എന്ന് പറഞ്ഞു. അപ്പോൾ ലൊക്കേഷൻ ഇപ്പോൾ തന്നെ വരുന്നേ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ, പിന്നെ അതിബുദ്ധിയൊന്നും വേണ്ട, ബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവനങ്ങ് പോകുക. ഈ സമയത്ത് അവൻ ലൊക്കേഷൻ ഇട്ടു. ഈ സമയത്ത് പല്ലവിയും സേതും കൂടെ അവൻ ലൊക്കേഷൻ ഇട്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വാ നമുക്ക് അങ്ങോട്ട് പോകാൻ ചെയ്തു കേട്ടാ, അവൻ്റെ കളി എന്തായാലും ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ പല്ലവി അത് എന്ത് വന്നാലും വേണ്ടില്ല പോകണം, ഞാൻ വന്നിരിക്കും സേതുവേട്ടൻ്റെ ഒപ്പം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി തറപ്പിച്ചു പറയാം. അങ്ങനെ പല്ലവിയും സേതുവും കൂടി ഇന്ദ്രനെ ലക്ഷ്യം വെച്ച് പോകുക കേട്ടോ. ഈ സമയത്ത് അവിടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഇതായി. അമ്മേ ചെറുക്കൻ്റെ വീട്ടുകാർ അച്ചുവിനെ കാണാനില്ലെന്നുള്ള വിവരം അറിയണ്ടേ എന്ന് ചോദിച്ചു ഈ ഋതു. അപ്പോൾ അറിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ മോളേന്ന്
പൂർണിമ ചോദിക്കുമ്പോൾ എപ്പോഴായാലും അറിയാനുള്ളതല്ലേ അമ്മേ, എത്ര നേരം അമ്മ ഇതിങ്ങനെ മൂടി വെക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഋതിക അമ്മയോട് ഇവരോട് പറ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. അപ്പം അച്ചുവിനെ കൊണ്ടുവരാമെന്നാ പല്ലവി എന്നോട് പറഞ്ഞതെന്ന് പൂർണിമ പറയുമ്പം അമ്മേ അവളെയൊക്കെ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടല്ലോ, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഋതിക എന്ന് പറയുന്ന നാണം കെട്ടവൾ പറയുക. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം പോലും അവർ രണ്ടുപേരും അമ്മ അതെന്താ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയും ഇങ്ങനെ പൂർണിമയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രതാപ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നിഖിലിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. ദേ എല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഓരോരോ തട്ടിപ്പ് അമ്മയ്ക്ക് എന്ത് ഇതൊന്നും മനസ്സിലാവാത്തെന്ന് പറഞ്ഞ് ഋതിക ഇങ്ങനെ അമ്മയുടെ ചെവി കടിച്ച് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് നിഖിലിൻ്റെ അമ്മ. എവിടെ അവന്തിക, അവളെന്താ വരാത്തത്, ഇതുവരെ ബ്യൂട്ടി പാർലറിൽ നിന്ന് എത്തിയില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രീദേവി എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പുള്ളിക്കാർ ചോദിച്ചപ്പോൾ കുഴപ്പമുണ്ട് എന്ന് പറയുക ഈ ഋതിക. പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും പൂർണിമയുടെ ഫോണിലേക്ക് കോള് വന്നപ്പം പറ പല്ലവി അമ്മേ ദേ അവിടെ ഒരുക്കങ്ങളൊന്നും നിർത്തണ്ട, ഞങ്ങൾ ഉടനെ അവിടെ എത്തുമെന്ന് പറഞ്ഞു അമ്മയോട്. വരുമ്പോൾ അച്ചു ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഋതിക ഇങ്ങനെ കിടന്ന് കണ്ണ് കറക്കിക്കൊണ്ടിരിക്കുക. അവളെ കണ്ടോ, എല്ലാം ഞാൻ പറയാം അമ്മ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് പല്ലവിയാണ് വിളിച്ചത്. പാർലറിൽ നിന്ന് ഉടനെ ഇറങ്ങുമെന്ന് പറഞ്ഞു, ഇപ്പം ഇങ്ങനെ എത്തും എന്ന് പൂർണിമ പറഞ്ഞപ്പം ഇത് വലിയ ചതിയായി പോയിട്ടോ പൂർണിമ, ഇത്രയും വൈകുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ട് വരുത്തായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ നിഖിലിൻ്റെ അമ്മ പറഞ്ഞപ്പം ഇനിയിപ്പോൾ കാത്തിരിക്കുക നിവർത്തിയുള്ളന്നേ, പൂജാരിയും പെണ്ണിൻ്റെ ബന്ധുക്കളോ ഒന്നും അല്ല, കല്യാണ ദിവസം ബ്യൂട്ടീഷ്യൻ പറയുന്നതേ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരാണല്ലോ അന്നത്തെ താരം, അത് സഹിക്കാതെ വേറെ വഴിയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞിങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഋതുക നിന്ന് ആലോചിക്കും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന്. എന്നിട്ട് അമ്മയോട് അച്ചുവിനെ കണ്ടുകിട്ടിയെന്നാണോ പല്ലവി പറഞ്ഞത്? ഏതാണ്ട് അതേ സ്വരത്തിൽ തന്നെ അവൾ എന്നോട് സംസാരിച്ചത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ വിശ്വാസമാണ് നമ്മുടെ പൂർണിമ അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞ ഋതിക ഇങ്ങനെ നിൽക്കുക. അവളൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും, അവളത് നടത്തിയിരിക്കുമെന്നും പറഞ്ഞു കേട്ടോ. അതെനിക്ക് 100% ഉറപ്പാണെന്നും ഋതിക അന്നേരം നിന്ന് ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന്. ഈ സമയത്ത് നമ്മുടെ അച്ചുവിനെ അവിടെ പൂട്ടിയിട്ടിരിക്കുക. അച്ചുവിൻ്റെ അടുത്തേക്ക് ഇന്ദ്രൻ വന്നു കഴിഞ്ഞു. ഇന്ദ്രൻ വന്നപ്പോൾ അച്ചുവിനെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ. ഇന്ദ്രൻ ദേ അച്ചുവിൻ്റെ രക്ഷകനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ചെന്ന് ഇവൻ്റെ കൊങ്ങയ്ക്ക്, അതായത് അച്ചുവിനെ പൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് അവനെ ഇടിച്ച് ചവിട്ടി കൂട്ടി അവൻ്റെ കയ്യിൽ നിന്ന് അച്ചുവിനെ രക്ഷിച്ചെടുക്കുകയാണ്. അച്ചുവിനെ രക്ഷിച്ചെടുത്ത് അച്ചുവായിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകുക. അങ്ങനെ അതും പറഞ്ഞ് അച്ചുവായിട്ട് ഇന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി നാളെയാണ് മക്കളെ പൊടിപൂരം നടക്കാൻ പോകുന്നത്. അച്ചുവിൻ്റെ കഴുത്തിൽ ആര് താലി കെട്ടുമെന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു അത്യുഗ്രൻ എപ്പിസോഡ് വരാൻ പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിലും അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഋതിക കെട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സേതു. അവിടെ അവസാനത്തെ കളിയായിരിക്കും ഇതേത്. അങ്ങനെ എല്ലാവരും കാണുക. താങ്ക്